പരിശുദ്ധമായ പരിപാവനമായ പവിത്രതകൾ ഏറെ നിറഞ്ഞ റജബ് മാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ചില മൊമെൻറ്റുകളാണ് നമ്മളിലേക്ക് വരുന്നത്. റജബ് 27-ാം രാവ്, മിഅ്റാജ് രാവ്, ഇത് രണ്ടും ഒന്നാണോ? പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. മിഅ്റാജ് രാവും റജബ് 27-ൻ്റെ രാവും ഒന്നാണോ? ഒന്നാണെങ്കിൽ അത് ഈ വർഷം എപ്പോഴാണ്? അതായത് 2025, ഇത് ജനുവരി മാസമാണ്. ഈ വർഷത്തെ മിഅ്റാജ് നോമ്പ് ഞങ്ങൾ എന്നാണ് പിടിക്കേണ്ടത്? ഈ വർഷത്തെ മിഅ്റാജ് രാവ് എന്നാണ്? പലരും ചോദിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വ്യക്തമായ ഉത്തരം ഇന്നത്തെ ക്ലാസ്സിൻ്റെ തുടക്കം തന്നെ നമ്മൾ പറയുന്നുണ്ട്. അതോടൊപ്പം മിഅ്റാജ് രാവിൽ എന്താണ് നമ്മൾ കൂടുതലായി പറയേണ്ടത്? മിഅ്റാജ് രാവിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മിഅ്റാജ് നോമ്പ് പിടിച്ചാൽ എന്താണ് നമുക്ക് കിട്ടുന്ന ഗുണം? പലരും പറയുന്നു ഈ റജബ് 27-ൻ്റെ നോമ്പൊന്നും ഇല്ല, മിഅ്റാജിൻ്റെ നോമ്പൊന്നും ഇല്ല, അതൊക്കെ പലരും ഉണ്ടാക്കുന്നതാണ്, പല ഉസ്താദുമാരൊക്കെ വെറുതെ അടിച്ചുവിടുന്നതാണ്, പറയുന്നതാണ് എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അത് അവർ പറയുന്നത് ശരിയാണോ? ഇൻഷാ അല്ലാഹ് വിശദമായ ഒരു അവലോകനം ഇന്നത്തെ ക്ലാസ്സിൽ ഇസ്റാ മിഅ്റാജ്, അതുപോലെ മിഅ്റാജ് രാവ് എന്താണ്, അന്ന് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, അന്ന് എന്താണ് ഏറ്റവും കൂടുതൽ ദിക്റായി പറയേണ്ടത്, അന്ന് എന്തൊക്കെയാണ് നമ്മൾ കുടുംബത്തിൽ ശ്രദ്ധിക്കേണ്ടത്, മൊത്തം എല്ലാ കാര്യങ്ങളും വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട്. അത് ആദ്യാവസാനം കേൾക്കുക. വരുന്ന മിഅ്റാജ് രാവിനെ നമ്മൾ ഇപ്പോഴേ പ്രതീക്ഷിച്ചിരിക്കുക. ആ രാവിനെ ഹയാത്താക്കുമെന്ന് ഇപ്പോഴേ നമ്മൾ മനസ്സിൽ കരുതുക. അങ്ങനെ നമ്മൾ ആ രാവിനെ സജീവമാക്കിയാൽ കിട്ടുന്നത് വമ്പൻ നേട്ടങ്ങളാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാ കാര്യങ്ങളും പറയുന്ന ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും വിട്ടുപോകരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, പരിശുദ്ധമായ പരിപാവനമായ റജബ് മാസം, ഈ റജബ് മാസം അൽഹംദുലില്ലാഹ് ആദ്യത്തെ 10 വിട പറഞ്ഞു, രണ്ടാമത്തെ 10 അൽഹംദുലില്ലാഹ് അതും വിട പറഞ്ഞു, മൂന്നാമത്തെ 10ൻ്റെ പകുതിയോളം നമ്മളോട് വിട പറയാൻ ഒരുങ്ങി നിൽക്കുകയാണ്. തിങ്കളാഴ്ച 27-ാം രാവ്, പരിപാവനമായ മിഅ്റാജ് രാവ് നമ്മളിലേക്ക് ഇതാ കടന്നു വരികയാണ്. ഉസ്താദ്, ഈ മിഅ്റാജ് രാവ് എന്ന് പറയുന്നത് അതാണോ റജബ് 27-ാം രാവ്? പലർക്കും പല സംശയങ്ങളാണല്ലോ. റജബ് 27-ാം രാവെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ചില ആളുകൾ മിഅ്റാജ് രാവ് എന്ന് കേട്ടിട്ടുണ്ട്. ഇത് രണ്ടും ഒന്നാണോ? ഇത് രണ്ടും ഒന്നാണ്. മിഅ്റാജ് രാവ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യമായി ഓടി വരുന്ന ഒരു പാട്ടുണ്ടല്ലോ, മിഅ്റാജ് രാവിലെ കാറ്റേ മരുഭൂതണുപ്പിച്ച കാറ്റേ, അല്ലേ? പണ്ടൊക്കെ മദ്രസയിൽ പാടുന്ന പാട്ടാണ്. എന്തുമാവട്ടെ, അതൊന്നും നമ്മുടെ വിഷയമല്ല. പറഞ്ഞു വരുന്നത് മിഅ്റാജ് രാവാണ് റജബ് 27-ൻ്റെ രാവ്, രണ്ടും ഒന്നാണ്. അതായത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 7 ആകാശവും കടന്ന് അർശും ലൗഹും ഖലമും എല്ലാം കഴിഞ്ഞ് സ്വർഗവും കണ്ട് നരകവും കണ്ട് അള്ളാഹുവിനെ കണ്ട് പടച്ചവനോട് നേരിട്ട് സംസാരിച്ച് തിരിച്ചു വന്ന ആ ഒരു രാത്രിയാണ് മിഅ്റാജിൻ്റെ രാത്രി, മിഅ്റാജിൻ്റെ രാവ്, റജബ് 27-ൻ്റെ രാവ്, റജബ് 27-ൻ്റെ രാത്രി. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നു. തിങ്കളാഴ്ച മഗ്രിബോട് കൂടി വരുന്ന ആ ഒരു രാവാണ് നമ്മുടെ ഈ വർഷത്തെ 2025-ലെ മിഅ്റാജ് രാവ് അഥവാ റജബ് 27-ൻ്റെ രാവ്. ഈ വരുന്ന തിങ്കളാഴ്ച മഗ്രിബോടുകൂടി കടന്നു വരുന്ന രാവാണ്. എന്നാൽ തിങ്കളാഴ്ച ജനുവരി 27, ചൊവ്വാഴ്ച ജനുവരി 28, 28ാമത്തെ ദിനം, അതായത് വരുന്ന ചൊവ്വാഴ്ച പകൽ നമ്മൾ ആരായിരിക്കണം? നോമ്പുകാരായിരിക്കണം. ഏത് നോമ്പ്? മിഅ്റാജ് നോമ്പ്, റജബ് 27-ൻ്റെ നോമ്പ് ഈ വരുന്ന ചൊവ്വാഴ്ചയാണ്. ഞാനിതിങ്ങനെ വ്യക്തമാക്കി പല രൂപത്തിൽ പല കോലത്തിൽ ഞാനിങ്ങനെ പറയുന്നത് ഒരുപാട് ആളുകൾ ഇപ്പം തന്നെ കമൻറ്റ് ചോദിക്കും, ഉസ്താദെ റജബ് 27-ൻ്റെ നോമ്പ് അത് ഈ വരുന്ന തിങ്കളാഴ്ചയാണോ പിടിക്കേണ്ടത്, ചൊവ്വാഴ്ചയാണോ അതോ ബുധനാഴ്ച? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വരാൻ സാധ്യത ഒരുപാട് കൂടുതലാണ്. അങ്ങനെ ഒരു ചോദ്യത്തിനോ സംശയത്തിനോ ഇടവരരുത്. അതുകൊണ്ടാണ് ഇങ്ങനെ വ്യക്തമായി ഇങ്ങനെ ഒന്നുകൂടി പറയുന്നത്. അപ്പോൾ റജബ് 27-ൻ്റെ സുന്ദരമായ പവിത്രമായ നോമ്പ് നമ്മളിലേക്ക് വരുന്നു. എപ്പോഴാണ്? ഈ വരുന്ന ചൊവ്വാഴ്ച പകൽ നമ്മളെല്ലാവരും നോമ്പുകാരായിരിക്കണം. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. എന്താണ് ഇസ്റാ മിഅ്റാജ്?
പരിശുദ്ധമായ മിഅ്റാജ് രാവ് നമ്മളിലേക്ക് വരുന്നു. എന്താണ് ഇസ്രാ മിഅ്റാജ്? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയ യാത്രക്ക് ഇസ്രാ എന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 7 ആകാശവും അർശും ലൗഹും കലമെല്ലാം കടന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുമായിട്ടുള്ളൊരു മുനാജാത്ത്, ഒരു നേരിട്ടുള്ള സംഭാഷണം നടത്തിയ ആ ഒരു സംഭവത്തിൽ പറയുന്ന പേരാണ് മിഅ്റാജ്. പിന്നെ ബൈത്തുൽ മുഖദ്ദസ്, ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ്, ആ പള്ളിയിൽ ചെന്നിട്ട് അവിടെ 2 റക്അത്ത് ഒരുപാട് പ്രവാചകന്മാർ അവിടെ ഉണ്ടായിരുന്നു, അവർക്ക് ഇമാമായി നിന്ന് നിസ്കരിച്ചു. അത് കഴിഞ്ഞ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമുമായിട്ട് ബുറാഖ് എന്ന വാഹനത്തിൽ അവിടെ നിന്ന് പുറപ്പെട്ടു. പിന്നെ ആകാശത്തിലേക്ക് 7 ആകാശം, 1 2 3 4 5 6 7 ആകാശവും കടന്ന് അള്ളാഹു എവിടെയാണോ ഉദ്ദേശിച്ചത് ആ സ്ഥലത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തിയെന്നാണ്. ഈ ഒരു സംഭവം നടന്നത് റജബ് 27 രാവിനാണ്. ഈ റജബ് 27 രാവിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ ഒരു യാത്ര അല്ലാഹു തആല കൊടുക്കാനുള്ള കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ 34 പ്രാവശ്യം ഈ ഒരു യാത്ര ചെയ്തിട്ടുണ്ടെന്നാണ്. അതിൽ ഒരു പ്രാവശ്യം മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം യാത്ര ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം നബി തങ്ങൾ സ്വപ്നത്തിൽ ഇങ്ങനെ ആകാശവും ഭൂമിയും ഒക്കെ കടന്ന് സ്വർഗവും നരകവും ഒക്കെ കണ്ട് ആ ഒരു യാത്ര നടത്തിയത് 34 പ്രാവശ്യമുണ്ടെന്നാണ്. നബി തങ്ങളുടെ റൂഹ് മാത്രം, ശരീരവും റൂഹും ഒക്കെ ഒന്നിച്ചു പോയത് ഒരൊറ്റ പ്രാവശ്യം. അത് നടന്നത് റജബ് 27 രാവിനാണ്. റജബ് 27 രാവിന് ഒരുപാട് പുണ്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്, അതൊക്കെ വരുന്ന ദിവസങ്ങളിൽ പറയാം. ഇപ്പോൾ മൊത്തത്തിലൊന്ന് കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. നബിതങ്ങൾക്ക് മാത്രം അല്ലാഹു തആല കൊടുത്തിട്ടുള്ള വലിയ ഒരു പദവിയാണ് ഈ ഇസ്രാ മിഅ്റാജ്. നബിതങ്ങൾക്ക് മാത്രമേ അല്ലാഹു തആല അത് കൊടുത്തിട്ടുള്ളൂ. ബുറാഖ് എന്ന വാഹനത്തിലാണ് പോയത്. ബുറാഖ് എന്ന് പറഞ്ഞാൽ അതൊരു മൃഗമാണ്. അതിൻ്റെ തല ഒരു മൃഗം, അതിൻ്റെ വാല്, അതിൻ്റെ കാല്, അതൊക്കെ വേറെ, അതിൻ്റെ ഉടല്, അതെല്ലാം വ്യത്യസ്തമായ മൃഗങ്ങളുടെ രൂപമാണെന്നാണ്. നമുക്കിപ്പോൾ അത് പറഞ്ഞാൽ തിരിഞ്ഞാൽ തന്നെ അത് ചില ആളുകൾ വിശ്വസിക്കാനും പോകുന്നില്ല. എന്തായാലും ബുറാഖ് എന്ന വാഹനം, അതിനെപ്പറ്റി പറയുന്നുണ്ട്, ഒരു അത്ഭുതപ്പെടുത്തുന്ന വാഹനമാണ് ബുറാഖ്. വല്ലാത്ത വേഗതയാണ് ഇതിൻ്റെ മെയിൻ. വേഗത എന്ന് പറഞ്ഞാൽ 7 ആകാശവും അർശും ലൗഹും കലമും എല്ലാം കടന്ന് ഒരു രാത്രിയുടെ പകുതി കൊണ്ടാണ് ഈ യാത്രയൊക്കെ നടന്നു വന്നതെന്നാണ്. ഒരു രാത്രിയുടെ പകുതി കൊണ്ട് ഇതൊക്കെ ചെയ്തിട്ട് വന്നു എന്നാണ്. അപ്പോൾ അത് എത്രമാത്രം വേഗതയുണ്ടാകും ആ വാഹനത്തിന്, ആ മൃഗത്തിന്. സ്വർഗത്തിൽ സ്വർഗ അവകാശികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന വാഹനമാണ് ഈ ബുറാഖ് എന്ന് പറയുന്ന വാഹനം. അള്ളാഹു ആ വാഹനത്തിൽ കയറാനുള്ള തൗഫീക്ക് നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതിൻ്റെ ഒരു കാല് കേരളത്തിനാണ് വെച്ചതെന്ന് വിചാരിക്കുക. ചുമ്മാ അതിൻ്റെ കാല് കേരളത്തിൽ വെച്ചു, അല്ലെങ്കിൽ എറണാകുളം ജില്ലയിൽ വെച്ചു, ആലപ്പുഴ ജില്ലയിൽ വെച്ചു. പിന്നെ അതിൻ്റെ അടുത്ത കാലം അത് വെക്കുന്നത്, അത് നോക്കുന്ന ആ നോട്ടം എവിടെയാണോ പോയി അവസാനിക്കുന്നത് അവിടെയാണ് അതിൻ്റെ അടുത്ത കാല് വെക്കുന്നതെന്നാണ്. പിന്നെ അടുത്ത കാല് വെക്കുന്നത് അതിൻ്റെ നോട്ടം പിന്നെ എവിടെയാണോ പോയി അവസാനിക്കുക അവിടെ. അതൊരു നമുക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ അത്രമാത്രം വേഗതയിലാണ് ആ ഒരു വാഹനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയതെന്നാണ്. അപ്പോൾ ഇതാണ് ഏകദേശം ഇസ്രാ മിഅ്റാജ്. പിന്നെ ഈ ഇസ്രാ മിഅ്റാജ് ഉണ്ടാവാനുള്ള എന്തിനാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹു തആല അള്ളാഹിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയത്? അതിനുള്ളൊരു 3 കാരണമുണ്ട്. ഒന്ന്, ആമുൽ ഹുസ്ൻ എന്ന് പറയും. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, എന്നാലും ഒരു ബറക്കത്തിനായിട്ട് പറയട്ടെ. ആമുൽ ഹുസ്ൻ എന്ന് പറയുന്ന ഒരു വർഷം ഉണ്ടായിരുന്നു നബി തങ്ങളുടെ ജീവിതത്തിൽ, അതായത് ദുഃഖവർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയാകുന്ന ഖദീജ ബീവി മരണപ്പെട്ടു, വഫാത്തായി. നബി തങ്ങളുടെ പിതൃവ്യനായിരുന്ന അബൂ ത്വാലിബ് അവർ വഫാത്തായി. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു താങ്ങും തണലുമായി നിൽക്കേണ്ടിയിരുന്ന നബിതങ്ങളുടെ ഉമ്മയുടെ നാടാകുന്ന ത്വായിഫ്, ആ ത്വായിഫിലെ നബിതങ്ങളുടെ മാമമാരുണ്ട്, ബന്ധുമിത്രാദികൾ, അവരെയൊക്കെ നബിതങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി ത്വായിഫിലേക്ക് ചെന്നപ്പോൾ അവിടെയുള്ള ആളുകൾ നബിതങ്ങളെ ഉപദ്രവിച്ചു. ഇങ്ങനെ വിഷമത്തിൻ്റെ മേൽ വിഷമം, സങ്കടത്തിൻ്റെ മേൽ സങ്കടത്തിലായി നബിതങ്ങൾ ഇരിക്കുന്ന സമയത്താണ് ഒന്ന് സന്തോഷിപ്പിക്കാൻ അല്ലാഹു തആല ഇസ്രാ മിഅ്റാജ് കൊണ്ടുപോകുന്നത്. അത് വല്ലാത്തൊരു യാത്രയാണ്. അൽഹംദുലില്ലാ, അല്ലാഹു തആല നമുക്കും ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ ബുറാഖ് എന്ന വാഹനത്തിൽ സഞ്ചരിക്കാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇനി നമുക്ക് പറയാനുള്ളത്, വരുന്ന ഇസ്രാ മിഅ്റാജ് രാവ്, അതായത് ഈ വരുന്ന തിങ്കളാഴ്ച മഗ്‌രിബോടുകൂടി കടന്നു വരുന്ന രാവും പിന്നെ പിറ്റേന്ന് ചൊവ്വാഴ്ച പകലും നമ്മൾ ചെയ്തിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്നാമത്തേത് നോമ്പ് പിടിക്കുക എന്നതാണ്. നോമ്പ് എപ്പോൾ പിടിക്കണം? നമ്മൾ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം മിഅ്റാജിൻ്റെ നോമ്പ്, ഈ വർഷത്തെ 2025 മിഅ്റാജിൻ്റെ നോമ്പ് എപ്പോഴാണ്? ഈ വരുന്ന ചൊവ്വാഴ്ച പകലാണ്.
അപ്പോൾ നമ്മൾ എപ്പോൾ നിയ്യത്ത് വെക്കണം? തിങ്കളാഴ്ച മഗ്‌രിബോട് കൂടിയുള്ള ആ രാവിൽ എപ്പോഴെങ്കിലും നമ്മൾ നിയ്യത്ത് വെക്കണം, മറന്നു പോകരുത്. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, ഉസ്താദേ തലേന്ന് ദിവസം തിങ്കളാഴ്ചയല്ല, അപ്പോൾ തിങ്കളാഴ്ച ഞങ്ങൾക്ക് നോമ്പ് പിടിക്കാൻ പറ്റുമോ? പിടിക്കാം. തിങ്കളാഴ്ച നിങ്ങൾക്ക് നോമ്പ് പിടിക്കാം, കുഴപ്പമില്ല, പുണ്യം കിട്ടും. പക്ഷേ മിഅ്റാജിൻ്റെ നോമ്പ് എപ്പോഴാണ്? അത് ചൊവ്വാഴ്ച പകലാണ്. ഇനി ഈ തിങ്കളാഴ്ച നോമ്പ് പിടിക്കുമ്പോൾ എങ്ങനെ നിയ്യത്ത് വെക്കണം? ഒന്ന്, റജബ് മാസത്തിൽ നിന്നുള്ള ഒരു നോമ്പ് ഞാൻ അല്ലാഹു തആലക്ക് വേണ്ടി പിടിക്കുന്നു. പിന്നെയോ തിങ്കളാഴ്ച ദിവസത്തിന്റെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി പിടിക്കുന്നു. അങ്ങനെ 2 നിയ്യത്ത് വെക്കാം. പിന്നെ റമളാനിൽ നഷ്ടപ്പെട്ടു പോയ ഖളാ ആയ നോമ്പ് ഞാൻ ഖളാ വീട്ടുന്നു. അങ്ങനെ 3 നിയ്യത്ത് വെക്കാം. ഇനി നമ്മൾ മിഅ്റാജിന്റെ നോമ്പ് പിടിക്കുന്നത് എപ്പോഴാണ്? ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ആ ചൊവ്വാഴ്ച നമ്മൾ എങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത്? നിയ്യത്ത് പറയുന്നതിന് മുമ്പ് ചില ആളുകൾ പലരും പറയാറുണ്ട്, മിഅ്റാജിന്റെ നോമ്പൊന്നും ഇല്ല, അതൊക്കെ ഈ ഉസ്താദുമാരും മൊയ്ലിയാക്കന്മാർ വെറുതെ ഉണ്ടാക്കുന്നതാണ്, അതൊക്കെ പൊട്ടീസാണ്, അങ്ങനെ ഹദീസൊന്നും വന്നിട്ടില്ല എന്നൊക്കെ പലരും പറയാറുണ്ട്. പറയുന്നവരങ്ങനെ പറയട്ടെ, നമ്മൾ അങ്ങോട്ട് ചിന്തിക്കേണ്ട, നമ്മൾ അങ്ങോട്ട് നോക്കണ്ട. പിന്നെ നമുക്ക് ഒരു വിശ്വാസത്തിൽ ഒന്നുകൂടി ഉറപ്പ് വരാൻ വേണ്ടി മഹാനായ ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബാണല്ലോ ഇഹ്യാ ഉലൂമുദ്ദീൻ. അതെല്ലാ ആളുകളും വിശ്വസിക്കുന്നവരാണ്, എല്ലാ ആളുകളും അംഗീകരിക്കുന്ന ഒരു കിതാബാണ്. ആ കിതാബിന്റെ 1-ാമത്തെ വാല്യത്തിൽ 328-ാമത്തെ പേജിൽ പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും പറയുന്ന ഒരു ഹദീസ്, മൻ സ്വാമ യൗമ സാബിഅ 20 മിൻ റജബ്, ഒരാൾ റജബ് 27-ന്റെ ആ ഒരു ദിവസത്തിലെ നോമ്പ് പിടിച്ചാൽ കുത്തിബലഹു, അള്ളാഹു അവനിക്ക് എഴുതുന്നതാണ്, കൊടുക്കുന്നതാണ്, സവാബ 60 ശഹ്റാ, 60 മാസത്തെ പ്രതിഫലം അള്ളാഹു തആല അവനിക്ക് കൊടുക്കുന്നതാണെന്നാണ്. ഈ ഒരു ഹദീസ് ഗുന്യ എന്ന് പറയുന്ന കിതാബ്, അതായത് മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ കിതാബാകുന്ന ഗുന്യ, അതിലും നമുക്ക് ഈ ഹദീസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇമാം ബാജൂരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ കിതാബിന്റെ 1-ാം വാല്യം 449-ാമത്തെ പേജിൽ വയുസ്തഹബ്ബു സൗമു യൗമിൽ മിഅ്റാജ്, മിഅ്റാജിന്റെ നോമ്പ് അത് സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫത്ഹുൽ മുഈനിന്റെ ശറഹാകുന്ന ഇആനത്തു ത്വാലിബീനിന്റെ 2-ാമത്തെ വാല്യം 450-ാമത്തെ പേജിൽ മഹാനായ ഇമാം സയ്യിദുൽ ബക്രി തങ്ങളും ഇതുപോലെ പറയുന്നുണ്ട്. അപ്പോൾ റജബ് മാസത്തിലെ നോമ്പ് ഉള്ളതാണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഉള്ളതാണ്. പലരും ഇല്ല എന്നൊക്കെ പറയും, അതങ്ങോട്ട് മൈൻഡ് ചെയ്യേണ്ട. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ റജബ് 27-ന്റെ സുന്നത്തായ ആ നോമ്പ് നമ്മൾ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ല. കാരണം ഒരുപാട് നേട്ടം, 60 മാസത്തെ പ്രതിഫലമാണെന്നാണ്. എന്താ നേട്ടങ്ങൾ! റജബ് മാസത്തിൽ നോമ്പ് പിടിച്ചാൽ തന്നെ നേട്ടമല്ലേ, അല്ലേ? 600 വർഷത്തെ ഇബാദത്തിന്റെ പ്രതിഫലമാണെന്നൊക്കെ ഒരു ഹദീസിൽ നമുക്ക് കണ്ടിട്ടുണ്ട്, നമ്മളത് പറഞ്ഞിട്ടുണ്ട് മുമ്പൊക്കെ. അതുപോലെ ഖബറിന്റെ അദാബിനെ തൊട്ടുള്ള രക്ഷ കിട്ടാൻ ഏറ്റവും വലിയ ഒരു അമലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയതും ഈ റജബ് മാസത്തിന്റെ ഒരു നോമ്പാണ്. അതുപോലെ തന്നെ ഒരുപാട് നേട്ടങ്ങൾ റജബ് 27-ലെ നോമ്പിന്റെ ശ്രേഷ്ഠത, ആ ശ്രേഷ്ഠതയുമായി വന്നിട്ടുള്ള ഹദീസുകൾ എമ്പാടുമുണ്ട്. അപ്പോൾ നോമ്പിന്റെ കാര്യം നമുക്ക് മനസ്സിലായി. ഇനി നോമ്പിന്റെ നിയ്യത്താണ് പറയുന്നത്. 3 നിയ്യത്ത് നമുക്ക് ഈ വർഷം വെക്കാം. 3 നിയ്യത്ത്. നമ്മൾ ചൊവ്വാഴ്ചയാണ് റജബ് 27-ന്റെ നോമ്പ് നമുക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 3 നിയ്യത്ത്. 1, റജബ് മാസത്തിൽ നിന്നുള്ള സുന്നത്തായ ഒരു നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. ഇപ്പോഴേ നമ്മളത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്. റജബ് 27 നിന്നുള്ള സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. അതൊരു നിയ്യത്ത്. 2-ാമത്തെ നിയ്യത്ത് റജബ് 27-ന്റെ, അതായത് മിഅ്റാജ് ദിനത്തിൻ്റെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. 2-ാമത്തെ നിയ്യത്ത്. 3-ാമത്തേത് നഷ്ടപ്പെട്ടു പോയ റമളാനിലെ ഒരു ഫർളായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ ഖളാ വീട്ടുന്നു. ഇങ്ങനെ 3 നിയ്യത്ത് നമുക്ക് വെക്കാം. 3 നിയ്യത്ത് നമുക്ക് വെക്കാം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ വരുന്ന തിങ്കളാഴ്ച മഗ്‌രിബോട് കൂടി, അതായത് റജബ് 27-ന്റെ ആ രാവിൽ തന്നെ ഈ നിയ്യത്ത് വെക്കാൻ മറന്നു പോകരുത്. അപ്പോൾ റജബ് 27 എന്താണെന്ന് പറഞ്ഞു. റജബ് 27-ന്റെ പ്രധാനപ്പെട്ട ഒരു അമൽ നോമ്പാണ്. ആ നോമ്പിനെ പറ്റി പറഞ്ഞു, ആ നോമ്പിന്റെ പ്രതിഫലമൊക്കെ പറഞ്ഞു, അതിൻ്റെ നിയ്യത്തും പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് റജബ് 27-ന്റെ രാവ്, അത് നമ്മൾ പരിഗണിക്കണം. അതായത് ഒരു വർഷത്തിൽ ദുആക്ക് ഇജാബത്തുള്ള ചില രാത്രികളുണ്ട്. പല അഭിപ്രായം 5 എന്നുണ്ട്, 15 എന്നുണ്ട്, അങ്ങനെ പല അഭിപ്രായങ്ങളുമുണ്ട്. അപ്പോൾ അതിൽ വളരെ പ്രാധാന്യത്തോടു കൂടി ഉലമാക്കൾ പറഞ്ഞത് 1 റജബിൻ്റെ ആദ്യത്തെ രാവ്, അതുപോലെ തന്നെ റജബ് 27-ന്റെ രാവ്. ആ രാവിൽ ഒരുപാട് പുണ്യങ്ങളുണ്ട്, ദുആക്ക് ഇജാബത്ത് കിട്ടും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇപ്പോഴേ നമ്മൾ കരുതുക, ഇൻഷാ അല്ലാഹ് ഞാൻ എന്തായാലും ആ രാത്രി പ്രത്യേകമായി ദുആരക്കും, പ്രത്യേകമായി ഞാൻ ഹയാത്താക്കുമെന്ന് മനസ്സിൽ കരുതുക. പിന്നെ ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതിനകത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാം? നിസ്കാരം
നിസ്കാരം റജബ് മാസത്തിലെന്നല്ല എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ നിസ്കാരത്തിൻ്റെ കാര്യം റജബ് മാസത്തിൽ വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇസ്രാ മിഅ്റാജ് യാത്ര കഴിഞ്ഞ് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു സമ്മാനമായി കൊടുക്കുന്നത് എന്താണ്? 5 വഖത്ത് നിസ്കാരം. ആ 5 വഖത്ത് നിസ്കാരം അത് കൃത്യമായി നിത്യമായി ജമാഅത്തോടുകൂടി തന്നെ പറ്റുമെങ്കിൽ നിസ്കരിക്കണം. ആ നിസ്കാരത്തിൻ്റെ കാര്യം ഒരിക്കലും വിട്ടുപോകരുത്. പ്രത്യേകിച്ച് റജബ് 27 രാവിലും അതിൻ്റെ പകലിലൊക്കെയായി പരമാവധി നമ്മൾ ജമാഅത്തായി നിസ്കാരം അത് മറന്നു പോവണ്ട. പിന്നെയോ വിശുദ്ധമായ ഖുർആൻ നമ്മൾ ഓതുക. അറിയാവുന്ന സൂറത്തുകൾ, പ്രത്യേകിച്ച് സൂറത്തുൽ കൗസർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് നമുക്ക് കിട്ടുന്ന വിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും ചെറിയ കുഞ്ഞു സൂറത്താകുന്ന സൂറത്തുൽ കൗസർ അത് അധികമായി പാരായണം ചെയ്താൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. പിന്നെയോ നമ്മൾ നാവ് കൊണ്ട് ദിക്റുകൾ പറയുക, തസ്ബീഹുകൾ പറയുക, സ്വലവാത്തുകൾ പറയുക. അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നാവ് കൊണ്ട് മറ്റുള്ള പരദൂഷണ ഏഷണയൊക്കെ മാറ്റിവെച്ചിട്ട് നമ്മൾ പറയേണ്ട ദിക്റുകളുണ്ട്. മഹത്തുക്കൾ മിഅ്റാജിൻ്റെ രാവിലും പകലിലൊക്കെയായി, പ്രത്യേകിച്ച് മിഅ്റാജിൻ്റെ രാവിൽ തന്നെ ഒരുപാട് നമ്മൾ ദിക്റുകൾ പറയണം, പകലിലും നമ്മൾ പറയണം എന്ന് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തന്ന ചില ദിക്റുകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാമത്തേത് ഇനി പറയാൻ പോകുന്ന ദിക്റ് 70 വട്ടമാണ് ചൊല്ലേണ്ടത്. അതായത് മിഅ്റാജിൻ്റെ രാവിലും പകലിലുമായിട്ട് ഒരു 70 വട്ടമെങ്കിലും ചുരുങ്ങിയത് നമ്മൾ പറയണം. എന്ത് പറയണം? അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. നമുക്ക് അറിയാവുന്നൊരു ദിക്ർ ഒന്ന് പറഞ്ഞേ. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. വലിയൊരു ശ്രേഷ്ഠ. അല്ലാഹുവേ ഗുഫിർലി, നീ എനിക്ക് പുറത്തു തരണം, വർഹംനി, നീ എനിക്ക് കരുണ ചെയ്യണം, വതുബ് അലയ്യ, എൻ്റെ തൗബ സ്വീകരിക്കണം. 70 വട്ടം. ഇതൊരു ദുആയാണ്, ഇസ്തിഗ്ഫാറാണ്, തൗബയുടെ വചനമാണ്. എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള അത്ഭുതപ്പെടുത്തുന്ന ഒരു വാക്കാണ്. അല്ലാഹുമ്മ ഗുഫിർലി വർഹംനി വതുബ് അലയ്യ. അതുപോലെ തന്നെ നമ്മൾ 100 വട്ടം റജബ് 27 രാവിലും പകലിലുമായി നമ്മൾ ഒരു 100 വട്ടമെങ്കിലും ചുരുങ്ങിയത് പറയണം. എന്ത്? സുബ്ഹാനല്ലാഹിർ റഊഫ്. വളരെ കുഞ്ഞു ദിക്റാണ്, ഒന്നുമില്ല, നമുക്ക് പ്രയാസപ്പെടുത്തൊന്നുമില്ല, ചെറിയൊരു ദിക്ർ. സുബ്ഹാനല്ലാഹിർ റഊഫ് അല്ലേ? സുബ്ഹാനല്ലാഹ്, അല്ലാഹു നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. റഊഫ്, റഊഫായ കൃപയുള്ള റബ്ബേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. വലിയൊരു തസ്ബീഹാണത്. സുബ്ഹാനല്ലാഹിർ റഊഫ്. അതോടൊപ്പം തന്നെ നമ്മൾ അധികരിപ്പിക്കണം, 100 വട്ടം തന്നെ അധികരിപ്പിക്കണമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ച ഒരു പുണ്യമായ ദിക്ർ. ഏത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഇതൊരു തസ്ബീഹ്, ഒരു തവക്കുലിന്റെ വചനമാണ്. ഇതൊരു ദുആയാണ്. ഏത് ഗണത്തിലും നമുക്ക് പെടുത്താൻ പറ്റും. ഇത് ആർക്ക് പഠിപ്പിച്ചു കൊടുത്തതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാ മിഅ്റാജ് യാത്ര പോകുമ്പോൾ ഓരോ ആകാശത്തിൽ വെച്ചും ഓരോരോ പ്രവാചകന്മാരെ കണ്ടുമുട്ടുമെന്നാണ്. അങ്ങനെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടി. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നബിയേ, നിങ്ങളുടെ ഉമ്മത്തിന് എൻ്റെ സലാം പറയണം, എൻ്റെ സലാം പറയണം. എന്നിട്ടോ സ്വർഗത്തിൽ കൃഷിയിടങ്ങൾ വാങ്ങിയിടാൻ താങ്കളുടെ ഉമ്മത്തിനോട് പറയണം. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, എങ്ങനെയാണ് ഭൂമിയിൽ വെച്ച് സ്വർഗത്തിൽ ഒരു കൃഷിയിടം വാങ്ങിയിടുക? അപ്പൊ പറഞ്ഞു, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ ദിക്ർ പതിവാക്കുന്ന ഒരാൾ, ഇത് പറയുന്ന ഒരാൾക്ക് സ്വർഗത്തിൽ കൃഷി ചെയ്യപ്പെടുമെന്നാണ്, വൃക്ഷം നടപ്പെടുമെന്നാണ്. അപ്പം അതുകൊണ്ട് അത് പൂർണ്ണമായി പറയുന്നത് ഇങ്ങനെയാണ്: സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ആ ദിക്ർ നമ്മൾ അധികരിപ്പിക്കേണ്ട ദിവസങ്ങളാണ് ഇനി വരുന്നത്. പിന്നെയോ നമുക്കറിയാവുന്ന ഒരുപാട് ദിക്ർ. നരകമോചനം ചോദിക്കേണ്ട, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, നരകമോചനം ചോദിക്കേണ്ട രാവാൻ, സ്വർഗപ്രവേശനം ചോദിക്കേണ്ട രാവാൻ ദിക്റുകളായി. ഇനി ഇസ്തിഗ്ഫാർ 100 വട്ടം റജബ് മാസത്തിന്റെ 27 രാവിലും പകലിലുമായിട്ട് നമ്മൾ അധികരിപ്പിക്കേണ്ട ഇസ്തിഗ്ഫാർ ഏതാണ്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ. അങ്ങനെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ. അല്ലാഹുവേ പടച്ചവനെ, നീ ഗഫാറാണ്, നീ ഒരുപാട് പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനാണ്. അതുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഉന്നതനായ റബ്ബേ, നീ എൻ്റെ ഇസ്തിഗ്ഫാർ, നീ എൻ്റെ പാപമോചനം സ്വീകരിക്കണേ. ഇസ്തിഗ്ഫാർ 100 വട്ടം. അതുപോലെ തന്നെ സ്വലാത്ത്, അതും 100 വട്ടം. 100 എന്നൊക്കെ പറയുന്ന ഒരു എണ്ണം പറയുന്നതാ, നമുക്ക് എത്ര വേണമെങ്കിലും പറയാം. സ്വലാത്തുകൾ, അറിയാവുന്ന സ്വലാത്ത് ഏതും ചൊല്ലാം. പ്രത്യേക മഹത്തുകൾ പഠിപ്പിക്കുന്ന ഒരു സ്വലാത്ത്: സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി സല്ലം. ഒന്നുകൂടി: സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി സല്ലം. ഒന്നുകൂടി: സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി സല്ലം.
അപ്പോൾ ഈ ദിക്റുകളും സ്വലാത്തുകളൊക്കെ പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി ദുആ അധികരിപ്പിക്കുക. ദുആ, സ്വന്തമായിട്ട് ദ്വാരൊക്കെ എത്രയോ പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ മാറാൻ നമ്മൾ എന്ത് ചെയ്യുക, സ്വന്തമായി ദ്വാരക്ക. മിഅ്റാജിൻ്റെ രാവിലും പകലിലുമായി, പ്രത്യേകിച്ച് മിഅ്റാജ് നോമ്പ് നമ്മൾ തുറക്കുന്ന ആ സമയമുണ്ടല്ലോ, അത് വളരെ പ്രാധാന്യമുള്ള സമയമാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഇൻഷാ അല്ലാഹ് നല്ലതുപോലെ ദ്വാരക്ക. അപ്പോൾ ദുആ മസ്റ്റാണ്. അപ്പോൾ ഇത് ഒരിക്കലും മറന്നു പോകരുത്. ഇൻഷാ അല്ലാഹ് ഇപ്പോഴേ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക, പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ സ്വതക്കകൾ ഒരുപാട് കൊടുക്കേണ്ട രാവും പകലുമാണ് നമ്മളിലേക്ക് വരുന്നത്. അതുപോലെ നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുടുംബ ബന്ധം ചേർക്കുക. നമ്മൾ റജബ് 27 രാവിലും പകലിലൊക്കെ ഒരുപാട് ഇബാദത്ത് ചെയ്യുന്നു, പക്ഷെ എല്ലാവരോടും പിണക്കമാണ് അല്ലെ? ഉമ്മയോട് പിണക്കം, വാപ്പാട് പിണക്കം, ഭാര്യയോട്, മക്കളോട്, ഭർത്താവിനോടൊക്കെ പിണക്കത്തിലാണെങ്കിൽ പിന്നെ എന്താ നമ്മുടെ അമൽ സ്വീകരിക്കോ? ഇല്ല. അതുകൊണ്ട് കുടുംബ ബന്ധം ചേർക്കുക. പിന്നെയോ പരിശുദ്ധമായ മിഅ്റാജിന്റെ നോമ്പ്, ആ നോമ്പ് തുറക്കുന്ന സമയത്ത് എന്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്? നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട ചില മര്യാദകളുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് ആ സമയത്ത് നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പോൾ ഇപ്പോഴേ മനസ്സിൽ കരുതുക, ഇൻഷാ അല്ലാഹ് ഈ വർഷത്തെ റജബ് 27 നോമ്പിൻ്റെ അന്ന് ഞാൻ എൻ്റെ കുടുംബം മാത്രമല്ല വേറെ ആരെങ്കിലും കൂടി ഞാൻ നോമ്പ് തുറപ്പിക്കും. കാരണം ആ കൂലി കൂടി എനിക്ക് കിട്ടണം എന്ന് ഇപ്പോഴേ മനസ്സിൽ കരുതുക. അപ്പോൾ ഒരുപാട് ഇബാദത്തുകൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാഹ് വിശദമായിട്ടുള്ള കാര്യങ്ങൾ വരുന്ന ദിവസങ്ങൾ നമുക്ക് സംസാരിക്കാം. മൊത്തത്തിൽ ഒരു ഒരു അവബോധം, ഒരു തിരിച്ചറിവ് ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതൊക്കെ ചെയ്യണേ എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും പറഞ്ഞു തന്നത്. അപ്പം മിഅ്റാജ് എന്താണ്, ഇസ്റാ എന്താണ്, അന്നത്തെ നോമ്പിൻ്റെ കാര്യം, അത് പഠിച്ചാൽ കിട്ടുന്ന പ്രതിഫലം, അതുപോലെ തന്നെ ആ ദിവസങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ എന്തൊക്കെ സൂക്ഷിക്കണം, അതൊക്കെ മൊത്തത്തിൽ ഏകദേശം പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാഹ് ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും കൂട്ടമായിട്ടിരുന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് ദിക്റും സ്വലാത്തൊക്കെ പറയാം. അല്ലാഹു തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ജീവിതമൊക്കെ ബർക്കത്തിലും റാഹത്തിലുമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നമുക്കെല്ലാവർക്കും സന്തോഷത്തോടുകൂടി കുടുംബാദികളെല്ലാവരോടൊപ്പം സ്വർഗത്തിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേരാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ഉസ്താദെ പ്രത്യേകം ദ്വാരക്കണേ എന്ന് പറഞ്ഞ ഓരോ വീഡിയോകൾക്ക് താഴെയും അതല്ലാതെ നേരിട്ടുമൊക്കെ കണ്ട് പറയുന്നവരുണ്ട്. അല്ലാഹു തആല ആരൊക്കെ നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, വസിയത്ത് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും അല്ലാഹു തആല ദൂരീകരിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു തആല ഈ റജബ് മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹാസിലാക്കി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.